7 ദിവസം കാലം കൊണ്ട് 2 ജീവനുകൾ ഈ വയനാട്ടിൽ പൊലിഞ്ഞിട്ടും ബന്ധപ്പെട്ട ഭരണാധികാരികൾ തിരിഞ്ഞു നോക്കുന്നില്ല. ജോലി ചെയ്ത് വീട്ടിലേക്ക് പോകുന്നവർ, കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നവർ, ഒരു കാരണവശാലും വയനാട്ടിലെ ജനങ്ങളുടെ കാടും നാടും വേർപെടുത്താൻ ഭരണാധികാരികൾ തയ്യാറായില്ലെങ്കിൽ ഈ പെരുവഴിയിൽ കിടന്ന് മരിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. ഈ നാട്ടിലെ കർഷക ജനതയുടെ പ്രതിഷേധമാണ്. ഒരു യാത്രക്കാരെയും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയല്ല, പിറന്ന മണ്ണിൽ ജീവിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമായാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇങ്ങനെ തന്നെ റോഡ് തടഞ്ഞു തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനം? തീർച്ചയായിട്ടും ഇത് വയനാടൻ ജനതയ്ക്ക് വേണ്ടിയുള്ള അവസാന പോരാട്ടത്തിന്റെ തുടക്കമാണിത്. ഇത് ഇവിടെ ആളുകൾക്ക് സ്വതന്ത്രമായി ജീവിക്കാനും അതുപോലെ തന്നെ എല്ലാത്തിനുമുള്ള സംവിധാനങ്ങൾ ഒരുക്കണം. സർക്കാരിൻ്റെ അനാസ്ഥ. ഇന്നലെ അദ്ദേഹം മരണപ്പെടാനുണ്ടായ ഒരു വലിയൊരു കാരണം വയനാട് ജില്ലയിലെ മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞ് വെറുതെ ഒരു ബോർഡ് വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് മണിക്കൂറുകളോ അവിടെ കിടത്തിയിട്ട് മരണപ്പെട്ടു പോയൊരു വ്യക്തിയാണ് അദ്ദേഹം. ഈ വയനാടിൻ്റെ ഒരു രക്തസാക്ഷിയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ നിരന്തരമായിട്ടുള്ള ഈ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ വയനാടൻ ജനത രോഷാകുലരാണ്. അതുകൊണ്ട് വയനാട് കയറി വരുന്ന ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, വയനാടൻ ജനതയോട് സഹകരിക്കുക. അതിന് ഇത് അവസാനം കാണുന്നവരെ ഞങ്ങൾ പോരാട്ടം തുടരുകയും ചെയ്യും. ആ നിലപാടാണ് സമരാനുകൂലികൾ മുന്നോട്ട് വെക്കുന്നത്. ഇവിടെ നിരവധിയായ ആളുകൾ ഇതിനോടകം തന്നെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഇന്ന് ഹർത്താലുള്ള അറിയായിരുന്നു? ഇന്നലെ രാത്രിയാണ് അറിയുന്നത്. അപ്പോൾ രാത്രി തന്നെ പോകാമെന്നാണ് വിചാരിച്ചത്. അന്നേരം നമുക്ക് ഒരു 5 മണിക്ക് ശേഷമല്ലേ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. മഞ്ഞും കോടയൊക്കെ അല്ലേ, രാത്രിയുടെ പ്രശ്നമുണ്ട്. അപ്പോൾ രാവിലെ കോഴിക്കോട് മറ്റുള്ള ആവശ്യത്തിനൊക്കെ പോകുന്ന ആൾക്കാരൊക്കെയാണ് ഇപ്പോൾ ഇതിൻ്റെ ബാക്കിൽ നിൽക്കുന്നത്. അറിയാതെ വന്ന് വിട്ടിരുന്നവരാണ്. ഒരുവിധമൊക്കെ ഒരു മാസത്തിൽ 2 ഹർത്താലൊക്കെ ആകുമ്പോൾ ആൾക്കാരത് ശ്രദ്ധിക്കൂല. അപ്പോൾ നാട്ടിലേക്കൊക്കെ വിളിച്ചു നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ലെന്നാണ് അറിയുന്നത്.